ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായിട്ടാവണം അവൻ ജീവിക്കേണ്ടത്. സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അവന്റെ എല്ലാം അവന് ഖൈർ മാത്രമാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. അത് മുഅ്മിനല്ലാത്ത ഒരാൾക്കും ആ അവസ്ഥയില്ല. ഇൻ അസ്വാബതുഹു സറാഉ ശകർ ഫകാന ഖൈറൻ ലഹു. അവന് സന്തോഷകരമായ എന്തെങ്കിലും ലഭിച്ചാൽ അവൻ അല്ലാഹുവിന് നന്ദി കാണിക്കും, അതവന് ഖൈറായി. വ ഇൻ അസ്വാബതുഹു ളറാഉ സബർ. വല്ല ദുരിതവുമാണ് ബാധിക്കുന്നതെങ്കിൽ അവനതിൽ ക്ഷമ കാണിക്കും, ഫകാന ഖൈറൻ ലഹു. അതും അവന് ഖൈറാൻ. ദീനിന്റെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലും സത്യവിശ്വാസിയുടെ നിലപാട് ഇതുതന്നെയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രമാണങ്ങളോടുള്ള മനുഷ്യരുടെ നിലപാടിൽ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത്. ഒന്ന്, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ആരാണ് ജീവിക്കുന്നത്, അവർ ഇഹലോകത്തും പരലോകത്തും വമ്പിച്ച വിജയമാണ് അതുവഴി നേടുന്നത് എന്നത്. രണ്ടാമത്തെ കാര്യം, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീന. അല്ലാഹുവിനെയും അവൻ നിയോഗിച്ച റസൂലിനെയും ആരാണ് ധിക്കരിക്കുന്നത്, അവർ വ്യക്തമായ വഴികേടിലകപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾക്ക് വിധേയമായി അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ യാതൊരു മനോവിഷമവും കൂടാതെ അംഗീകരിക്കുകയും പ്രമാണങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യുക എന്നതാണ് ഇഹപര ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം എന്നാണ് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തുൻ നിസായിലെ 65-ാമത്തെ വചനം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. ഈ വചനം നാം ഏറെ ചിന്തിക്കേണ്ട, മനസ്സിരുത്തി പഠിക്കേണ്ട വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു വിധി നടപ്പിലാക്കിയാൽ ആ വിധി അംഗീകരിക്കുക മാത്രമല്ല, ആ വിധിയിൽ മനോവിഷമമില്ലാതെ മാനസിക സംതൃപ്തിയോടെ അത് അംഗീകരിക്കണം എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ സ്വഹാബികളായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, മുറാറത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായ ഈമാൻ നിലനിർത്തിയത് കാരണം അല്ലാഹു അവരുടെ പക്ഷാതാപം സ്വീകരിച്ച് അല്ലാഹു അവരെ തൃപ്തിപ്പെട്ട കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ ഖുതുബയിലും ഒരു 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഉണർത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. മറ്റൊന്ന് റസൂലുള്ളാഹിയുടെ ഭാര്യയായ സൈനബ് ബിൻത് ജഹ്സ് റളിയല്ലാഹു അൻഹ. മറ്റൊന്ന് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. അടിമത്വത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോചിപ്പിക്കുകയും തന്റെ വളർത്തുപുത്രനായി സ്വീകരിക്കുകയും ചെയ്തു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ.
സെയ്ദ് റളിയല്ലാഹു അൻഹു മുഅത്ത യുദ്ധത്തിലാണ് ഷഹീദാകുന്നത്. ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പോലും സെയ്ദ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്നായിരുന്നു. അത്രമാത്രം അവർ അടുപ്പത്തിലും സ്നേഹത്തിലും ഒരിക്കലും റസൂലുള്ളയോട് വിട്ടുപിരിയാത്ത ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഓമനപ്പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. റസൂലുള്ളയുടെ പ്രിയപ്പെട്ടവൻ. അത്രമാത്രം റസൂലുള്ളയെ അങ്ങോട്ടും റസൂലുള്ള ഇങ്ങോട്ടും സ്വീകരിച്ച വ്യക്തിത്വം. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അദ്ദേഹത്തെ തന്റെ ബന്ധുവായ ഖുറൈശി വംശത്തിലെ പ്രമുഖയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ ആ വിവാഹ ജീവിതം മുന്നോട്ട് പോയില്ല. അത് വിവാഹമോചനത്തിലേക്കാണ് എത്തിച്ചത്. സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളയുടെ കൽപ്പന പ്രകാരമാണ് സെയ്ദിനെ വിവാഹം കഴിച്ച് ഭർത്താവായി സ്വീകരിക്കുന്നത്. പക്ഷെ അത് മുന്നോട്ട് പോയില്ല. പക്ഷെ റസൂലുള്ളയുടെ കൽപ്പനയ്ക്ക് വിധേയമായി. എന്താ കാരണം? ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അനുസരിച്ച് ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അവരുടെ മനസ്സിൽ ആ വിധിയോട്, ആ തീരുമാനത്തോട് ഒരു പ്രയാസമുണ്ടാകുകയില്ല. വയുസല്ലിമു തസ്ലീമ, അവർ അതിന് പൂർണ്ണമായും ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യും. അതാണ് അതിലൂടെ സംഭവിച്ചത്. സൈനബ് റളിയല്ലാഹു അൻഹയെ പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അതോടെ ശത്രുക്കൾ പറഞ്ഞു പരത്തി, ഇതാ മുഹമ്മദ് തന്റെ വളർത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന്. ജാഹിലിയ കാലഘട്ടത്തിൽ വളർത്തുപുത്രന്റെ ഭാര്യയെ, അവരെ വളർത്തിയവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന തെറ്റായ ധാരണയുണ്ടായിരുന്നു. സൈനബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതിലൂടെ ആ ജാഹിലിയത്തിലെ തെറ്റായ ധാരണ തിരുത്തുകയാണുണ്ടായത്. രക്തബന്ധത്തിന്റെയും മുലകുടി ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലെ ഇസ്ലാമിൽ വിവാഹം നിഷിദ്ധമുള്ളൂ എന്ന് പഠിപ്പിച്ചു. അങ്ങനെ ആ ധാരണ തിരുത്തി. പക്ഷെ ഇവിടെയൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രയാസം സഹിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹ ഒരുപാട് പ്രയാസം സഹിച്ചു. സെയ്ദ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തന്നെ വിളിച്ചിരുന്ന സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന ആ പേര് മാറ്റാൻ ആയത്തിറങ്ങി. ഉദ്ഊഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. നിങ്ങൾ ആ വളർത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളുടെ പേരിൽ വിളിക്കുക. അതാണ് അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും നീതിപൂർവകമായത്. ഈ ആയത്തിറങ്ങിയ ഉടനെയതാ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന സെയ്ദ് ഇബ്നു ഹാരിഥ, ഞാൻ ഹാരിഥയുടെ മകൻ സെയ്ദാണ് എന്ന്. ആ കാരണം അള്ളാഹു ഒരു വിധി ഇറക്കിയാൽ പിന്നെ അവിടെ ഞാനെന്ത് വിചാരിച്ചാലും എനിക്കെത്ര പ്രയാസമുണ്ടായാലും ആ വിധിക്ക് കീഴ്പ്പെടലാണ് എന്റെ ബാധ്യത. അതൊരു വിശ്വാസിയുടെ അടയാളമാണ് എന്നാണ് അങ്ങനെ സ്വഹാബികൾ മനസ്സിലാക്കിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് തന്റെ പേരിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതിൽ നിന്ന് ആ പേര് വേർപ്പെടുത്തുന്നത് ഒരിക്കലും സെയ്ദ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ്, ഈ സംഭവത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന എന്ന ആയത്തിറങ്ങുന്നത്. ഒരു വിശ്വാസിയായ ആണിനോ പെണ്ണിനോ പാടില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹും അവൻ നിയോഗിച്ച റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ അവരുടെ കാര്യങ്ങളിൽ
ഒരു സ്വയം തീരുമാനം, ഞാൻ ഇന്ന നിലപാടുകാരനാണ്, എന്റെ നിലപാട് ഇങ്ങനെയാണ് എന്ന് അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തിന്റെ മുമ്പിൽ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും ധിക്കരിക്കുന്ന പക്ഷം അവർ വ്യക്തമായി വഴിപിഴച്ചു എന്നാണ് അള്ളാഹു ഗൗരവത്തിൽ ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ആലോചിക്കൂ, സെയ്ദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന് വേണ്ടി ആ പ്രയാസം സഹിച്ചപ്പോ സെയ്ദ് റളിയല്ലാഹു കിട്ടിയ നേട്ടമുണ്ട്. അതെന്താണ് നേട്ടം? വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറയപ്പെട്ട ഏക സ്വഹാബിയായി സെയ്ദ് റളിയല്ലാഹു അൻഹു മാറി. വിശുദ്ധ ഖുർആനിൽ ആയിരക്കണക്കിന് സ്വഹാബികളിൽ സെയ്ദിന്റെ പേര് മാത്രം അള്ളാഹുവിന്റെ കലാമായി വന്നു. ഫലമ്മാ ഖളാ സെയ്ദും മിൻഹാ വതറ സവ്വജനാകഹ എന്ന സൂറത്തുൽ അഹ്സാബിൽ സെയ്ദ് റളിയല്ലാഹുവിന്റെ പേര് വന്നു. അതോടെ അന്ത്യനാൾ വരെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, പാരായണം ചെയ്യുന്ന നാവുകളിലൂടെ സെയ്ദ് റളിയല്ലാഹു അൻഹു അനുസ്മരിക്കപ്പെട്ടു. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പനക്ക് തനിക്കെത്ര പ്രയാസമുണ്ടായാലും ആ പ്രയാസം സഹിച്ച് അള്ള പറഞ്ഞയിടത്തു നിലകൊണ്ടാൽ ലഭിക്കുന്ന നേട്ടമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മാത്രവുമല്ല, സെയ്ദ് റളിയല്ലാഹുവിനെ അള്ള വേറെയും നിലക്ക് പ്രശംസിച്ചു. വഇദ് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി എന്ന് മുഹമ്മദ് നബിയോട് അള്ള പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ള അനുഗ്രഹം ചെയ്ത, താങ്കളും അനുഗ്രഹം ചെയ്ത ആ സെയ്ദിനോട് താങ്കൾ പറഞ്ഞ കാര്യം എന്ന നിലക്കാണ് സൂറത്തുൽ അഹ്സാബിൽ ഒരു വചനം തന്നെ ആരംഭിച്ചത്. അള്ള അനുഗ്രഹം ചെയ്തത് സെയ്ദ് റളിയല്ലാഹു അൻഹു അള്ളാഹു കൊടുത്ത ഹിദായത്തും ഈമാനുമാണ്. വഅൻഅംത അലൈഹി, താങ്കൾ ആ സെയ്ദിനോട് ചെയ്ത അനുഗ്രഹം എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമയായിരുന്ന സെയ്ദിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു ചെയ്ത അനുഗ്രഹമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് നാം അതെത്ര നമുക്ക് എതിരായാലും ആ വിധിവിലക്കുകൾ അംഗീകരിച്ചാൽ ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അതിന്റെ നേട്ടം അനുഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് സെയ്ദ് റളിയല്ലാഹു ലഭിച്ച നേട്ടം. റസൂലുള്ളാഹിയുടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പേര് പോലും വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും വരാതെ സെയ്ദിന്റെ പേര് വന്നത് സെയ്ദിന് അള്ളാഹു കൊടുത്ത ആ അംഗീകാരം തന്നെയാണ്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആ വിവാഹമോചനത്തിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. പക്ഷേ ആ സൈനബിനും ഇതാ അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴടങ്ങിയാൽ കിട്ടുന്ന നേട്ടം അവിടെ അനുഭവിക്കുകയുണ്ടായി. എന്താണ് സൈനബ് റളിയല്ലാഹു ലഭിച്ച നേട്ടം? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരിൽ അവരെത്തി. അതെങ്ങനെ എത്തിയത്? ഫലമ്മാ ഖളാ സയ്യിദും മിൻഹാ വതറ സവ്വജനാകഹ, സയ്യിദ് സൈനബിനെ വിവാഹമോചനം ചെയ്തപ്പോ സവ്വജനാകഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതാ താങ്കൾക്ക് സൈനബിനെ ഞാനിതാ വിവാഹം ചെയ്തു തന്നു എന്ന്. സൈനബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിവാഹം ചെയ്തതോടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാവ് എന്ന ആ സൽകീർത്തി അതോടുകൂടി ഉണ്ടാകുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരോട് പറയുന്നുണ്ട്, സവ്വജകുന്ന അഹാലികുന്ന, നിങ്ങളെയൊക്കെ വിവാഹം ചെയ്തയച്ചത് നിങ്ങളുടെ കുടുംബങ്ങളും പിതാക്കളുമാണെങ്കിൽ വസവ്വജനിയല്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിനും മീതെ അർശിനും മീതയിൽ നിന്നാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത്. കാരണം റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ സൈനബ് റളിയല്ലാഹു അൻഹയെ അല്ലാഹ് നേരിട്ട് റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു സ്ഥാനത്തിലേക്ക് അവരൊക്കെ എത്തിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വായിച്ചെടുക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എതിര് തോന്നിയാലും നമുക്ക് പ്രയാസം അനുഭവിച്ചാലും അള്ളാഹും റസൂലും പഠിപ്പിച്ചതിലാണ് എല്ലാ ഖൈറുമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ റസൂലുള്ളാഹിയുടെ കൂടെ ഒരു സത്യവിശ്വാസി നിലകൊള്ളണം എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന പാഠം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. വിസമ്മതിച്ചവർക്ക് സ്വർഗമില്ല.
വഖീല മൻ യഗ്ബാ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലെ വിസമ്മതിച്ചവർ? റസൂലുള്ള പറഞ്ഞു, മൻ അത്വാഅനി ദഖലൽ ജന്ന, അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ എന്നെ അനുസരിച്ച് എന്റെ സുന്നത്തിനെ പിന്തുടർന്നവരാരോ അവർ സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി, എന്നോട് ധിക്കാരം കാട്ടി മാറുന്നവർ, എന്റെ സുന്നത്തിനെ ചോദ്യം ചെയ്തവർ, എന്റെ ചര്യകളെ അംഗീകരിക്കാത്തവർ, ഫഖദ് അബാ, അവരാണ് വിസമ്മതിച്ചവർ എന്ന്. ആ റസൂലുള്ളയുടെ സുന്നത്തിനെയാണ് മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, നബിസദ്യ എന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലാണ്. ആ ജലപ്രളയത്തിൽ ആ കപ്പലിൽ കയറിയവർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടതെങ്കിൽ പിന്നീട് റസൂലുള്ളയുടെ ചര്യയാകുന്ന കപ്പലിൽ കയറിയവർക്കാണ് രക്ഷ എന്നാണ് പഠിപ്പിച്ചത്. മൻ റക്കിബഹ നജ, ആരാണ് സുന്നത്തെന്ന കപ്പലിൽ പ്രവേശിക്കുന്നത് അവർ രക്ഷപ്പെടും. വമൻ തഖല്ലഫ അൻഹാ വരിക, ആ സുന്നത്തെന്ന കപ്പലിൽ നിന്ന് മാറി ആരാണ് സഞ്ചരിക്കുന്നത് അവരൊക്കെ മുങ്ങി നശിക്കും എന്നാണ് മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും നാം അള്ളാഹുവിന്റെ കൂടെ റസൂലുള്ളയുടെ കൂടെ അവർ പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ച ആ പ്രമാണങ്ങളുടെ വിധി വിലക്കുകൾക്ക് കൂടെ അത് ചോദ്യം ചെയ്യാതെ അതിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം, നരകമോചനത്തിനുള്ള മാർഗമെന്നാണ് സൂചിപ്പിക്കുന്നത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. കഴിഞ്ഞ ഖുതുബയിൽ ഒരു ദിക്ർ പഠിപ്പിച്ചിരുന്നു. അതറിയാത്ത പലരും അത് ചോദിച്ച് അന്വേഷിച്ച് ആ ദിക്ർ പ്രാവർത്തികമാക്കാനുള്ള ശ്രമമുണ്ടായി എന്നത് സന്തോഷകരമാണ്. ഇന്നും ഒരു ദിക്ർ കേൾപ്പിക്കുകയാണ്. ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസല മൻസിലൻ, ഒരാൾ തന്റെ യാത്രയിൽ അവന് പരിചിതമല്ലാത്ത, അവനൊട്ടും പരിചയമില്ലാത്ത ഒരു പുതിയ പ്രദേശത്ത് ചെന്നിറങ്ങിയാൽ ഫഖാല, അവൻ പറയുന്നു, അഊദു ബികലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന എന്നെ ബാധിക്കാനിരിക്കുന്ന ഏതൊക്കെ ഷെറുകൾ, ദുരിതങ്ങളുണ്ടോ ആ ദുരിതങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. ഇങ്ങനെ തന്റെ യാത്രക്കിടയിൽ അവനൊട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയ ഉടനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ലം യളുറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ ദാലികൽ മൻസിൽ, ആ പ്രദേശം അവൻ വിട്ടുപോരുന്നതുവരെ അവനെ ഒരു ദുരിതവും ബാധിക്കുന്നതല്ല എന്ന്. ഈ ഹദീസിന്റെ ശറഹിൽ 3 കാര്യങ്ങൾ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി. ഒന്ന്, അൽ ഹസ്സു അലൽ അദ്കാരി ഫീ കുല്ലി വഖ്തിൻ വമകാനിൻ വഅന്നഹാ മിൻ അസ്ബാബി ഹിഫ്ളിൽ അബ്ദിൽ മുഅ്മിൻ. ഏത് സമയത്തും ഏത് സ്ഥലത്തും ഒരു വിശ്വാസി പതിവാക്കേണ്ട ദിക്റിന്റെ പ്രാധാന്യം ഇതിലുണ്ട്. അതാണ് വിശ്വാസിക്ക് സകല ദുരിതങ്ങളിൽ നിന്നും ആ ദിക്റുകളാണ് കാവൽ എന്നത്. രണ്ടാമത്തത്, ഫീഹി ഇബ്ത്വാലുൻ വറദ്ദുൻ ലിമാ കാന യഫ്അലുഹു അഹ്ലുൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിലെ മനുഷ്യർ ചെയ്തിരുന്ന ഒരു തെറ്റായ കാര്യത്തിന് ഖണ്ഡനമുണ്ട്, അതിനെ തീർത്തും ഇല്ലാതാക്കലുണ്ട് ഈ ഹദീസിൽ. അതെന്താണ്? അവർ പറയുമായിരുന്നു, നഊദു ബി സയ്യിദി ഹാദൽ വാദി യഖ്സിദൂന ബിഹി കബീറൽ ജിൻ. ജാഹിലിയ്യത്തിലെ മുശ്രിക്കുകളായ മനുഷ്യന്മാര് അവർ യാത്ര പോകുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ഈ താഴ്വരയിലുള്ള വലിയ ജിന്നിനോട് ഞങ്ങളിതാ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നു എന്ന് പറയുമായിരുന്നു. ആ ശുർക്കൻ വിശ്വാസത്തെ, ആ ശുർക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തുകയും പകരം ഒരു വിശ്വാസി അത്തരം ഘട്ടത്തിൽ അള്ളാഹുവിനോടാണ് കാവൽ തേടേണ്ടത്, മറ്റു സൃഷ്ടികളോടല്ല എന്ന് പഠിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം, ബയാനു ഹിർസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തഅലീമി ഉമ്മത്തിഹി അൽ അദ്കാർ അൽ മുൻസിയ മിൻ കുല്ലി സൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിലെ ഓരോ അംഗത്തിനും, ഓരോ മുസ്ലിമിനും
അവനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന ദിക്റുകൾ പഠിപ്പിച്ചു എന്നത് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾക്കിന്ന് പ്രത്യേകിച്ച് യാത്രകൾ വർദ്ധിച്ച കാലഘട്ടമാണ്. യാത്രകളിൽ പല ദുരിതങ്ങളും ബോധപൂർവം മനുഷ്യർക്ക് അപകടപ്പെടുത്തുന്ന, മനുഷ്യരെ അങ്ങേയറ്റം മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മനുഷ്യർ ശ്രമം നടത്തുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് കാവൽ അള്ളാഹുവാണ്, അവന്റെ നിയമങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും പ്രാർത്ഥനകളുമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതുപോലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കണം. ഒരു സ്വഹാബി വന്ന് ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തുകയും അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് റസൂലുള്ളയോട് പറഞ്ഞപ്പോ റസൂലുള്ള തിരിച്ചു ചോദിച്ചത്, അമാല ഉകുൽ തഹീന അംസൈത അഊദു ബി കലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ്. ഇനി ഇന്നലെ വൈകുന്നേരം എന്തുകൊണ്ട് അഊദു ബി കലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പ്രാർത്ഥിച്ചില്ല? ആ പ്രാർത്ഥന നടത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷ കിട്ടുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് അഊദു ബി കലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ഒരു പുതിയ സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ 3 വട്ടം പ്രാർത്ഥിക്കുന്നത് പതിവാക്കണം. അതോടൊപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യവും വൈകുന്നേരം അസർ കഴിഞ്ഞാൽ മഗ്രിബ് വരെയുള്ള സമയത്തിനിടയിൽ 3 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലുന്നതും പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും പഠിച്ച് അവൻ തൃപ്തിപ്പെട്ട ഒരു വിശ്വാസിയായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.